നമസ്കാരം. നിങ്ങളൊരു കേരള സർക്കാർ ജീവനക്കാരനാണോ? അല്ലെങ്കിൽ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണോ? എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശമ്പളത്തിലും പെൻഷനിലും ചില വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്കൊന്ന് ലളിതമായിട്ട് മനസ്സിലാക്കിയാലോ? അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇതായിരിക്കും. ഈ പറയുന്ന 1.41 എന്നൊക്കെ കേൾക്കുമ്പോൾ ശമ്പളം നേരെ ഒരു 41% അങ്ങ് കൂടുമോ? അതാണോ സംഭവം? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഈസിയായിട്ടൊന്ന് നോക്കാം. പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് വലിയ മാറ്റം വരാൻ പോകുന്നത്. ഒന്ന്, നിങ്ങളുടെ പെൻഷൻ പ്ലാൻ. പിന്നെ രണ്ട്, ശമ്പളം കണക്ക് കൂട്ടുന്ന രീതി തന്നെ മാറുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പെൻഷന്റെ കാര്യമെടുക്കാം. വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും, നിങ്ങളുടെ പെൻഷൻ. കാരണം ഇത് നമ്മുടെയൊക്കെ റിട്ടയർമെന്റ് ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ എന്താണ് ഈ പുതിയ ഉറപ്പുള്ള പെൻഷൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഇപ്പം നിലവിലുള്ള സിസ്റ്റം എന്താ? പങ്കാളിത്ത പെൻഷൻ പദ്ധതി അല്ലേ? അതായത് നമ്മുടെയൊക്കെ പെൻഷൻ ഫണ്ട് ഷെയർ മാർക്കറ്റിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പം മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമുക്ക് കൂടുതൽ കിട്ടും, താഴോട്ട് വന്നാൽ ചിലപ്പോൾ കുറയും. ചുരുക്കി പറഞ്ഞാൽ റിസ്ക് മുഴുവൻ ജീവനക്കാരന്റെ തലയിലാണ്. ഈയൊരു താരതമ്യം നോക്കിയാൽ മതി, വ്യത്യാസം ശരിക്കും ക്ലിയറാണ്. ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് എത്ര പെൻഷൻ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്നാൽ പുതിയ നിർദ്ദേശത്തിൽ അങ്ങനെയല്ല. സർക്കാർ ഒരു ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ അവസാനം വാങ്ങിയ ശമ്പളം എത്രയാണോ അതിന്റെ കൃത്യം 50% എല്ലാ മാസവും പെൻഷനായി കിട്ടും. മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ശരി, ടെൻഷനില്ല, റിസ്ക് സർക്കാർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, റിട്ടയറായി കഴിഞ്ഞാൽ എത്ര പെൻഷൻ കിട്ടും, അത് തികയുമോന്നോർത്തുള്ള ഒരു ടെൻഷനങ്ങ് ഒഴിവാകും. ഒരു സാമ്പത്തിക ഭദ്രത, ഒരു മനസ്സമാധാനം, അതുതന്നെയാണ് ഈ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പോൾ പെൻഷന്റെ കാര്യം ഏകദേശം സെറ്റായി അല്ലേ? ഇനി നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത കാര്യത്തിലേക്ക് വരാം. ശമ്പളം. ശമ്പളം കണക്കാക്കുന്ന രീതിയിലും കാര്യമായ ചില മാറ്റങ്ങളുണ്ട്. സാധാരണഗതിയിൽ ശമ്പളം കൂട്ടണമെങ്കിൽ ഒരു ശമ്പള കമ്മീഷൻ വരണം, അവർ പഠിക്കണം, റിപ്പോർട്ട് കൊടുക്കണം. അതിന് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. ആ ഒരു പഴയ രീതി ഇത്തവണ ഉണ്ടാവില്ല. പകരം ധനവകുപ്പ് നേരിട്ടൊരു ഫോർമുല ഉപയോഗിച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ പുതിയ ഫോർമുല? പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ ബേസിക് പേ എടുക്കുക. എന്നിട്ടതിനെ ഒരു പ്രത്യേക സംഖ്യ, നമ്മളതിനെ മൾട്ടിപ്ലെയർ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഗുണിക്കുക. അത്രയുള്ളൂ. അപ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ പുതിയ ബേസിക് പേ. ഈ പുതിയ ഫോർമുലയുടെ എല്ലാം ആണിക്കല്ല് എന്ന് പറയാവുന്ന ഒരൊറ്റ സംഖ്യയുണ്ട്. ഈ ശമ്പള പരിഷ്കരണത്തിലെ ആ ഒരു മാന്ത്രിക സംഖ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് വെറുതെ ഒരു നമ്പറല്ല. അതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ക്ഷാമബത്ത അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ്, വിലക്കയറ്റം നേരിടാൻ വേണ്ടിയുള്ളതാണത്. രണ്ട്, പുതിയ ശമ്പള സ്കെയിലിലേക്ക് നമ്മൾ മാറുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാർട്ടിംഗ് ബൂസ്റ്റ്, അതാണ് ഫിറ്റ്മെന്റ്. ഈ ടേബിൾ ഒന്ന് നോക്കൂ. കഴിഞ്ഞ തവണ, അതായത് 2019 പരിഷ്കരണം വന്നപ്പോൾ 28% ക്ഷാമബത്തയും 10% ഫിറ്റ്മെന്റും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ മൾട്ടിപ്ലെയർ 1.38 ആയിരുന്നു. എന്നാൽ ഇത്തവണ 2024 നിർദ്ദേശത്തിൽ ക്ഷാമബത്ത 31%, ഫിറ്റ്മെന്റ് 10%. ഇവ രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് പുതിയ സംഖ്യ കിട്ടുന്നത്. അതെ, ഇതാണ് ആ സംഖ്യ, 1.41. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ നേരിട്ട് 41% വർധനവ് അല്ല, മറിച്ച് നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം, അതായത് ബേസിക് പേ, വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗുണനസംഖ്യയാണിത്. നിങ്ങളുടെ പുതിയ ശമ്പളത്തിന്റെ അടിത്തറ ഈ സംഖ്യയാണ്. ഈ ചാർട്ട് നോക്കുമ്പോൾ ആ ഒരു മാറ്റം പെട്ടെന്ന് മനസ്സിലാവും. 2019 1.38 ആയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 1.41 ഉയർന്നിരിക്കുന്നു. ഇതൊരു ചെറിയ വ്യത്യാസമായിട്ട് തോന്നാമെങ്കിലും നമ്മുടെ ബേസിക് പേയെ ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ പുതിയ ശമ്പളത്തിൽ കാര്യമായ ഒരു മാറ്റം തന്നെ വരും. ശരി, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ശമ്പളം എങ്ങനെയാണ് കൂടാൻ പോകുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് ഈ കൂടിയ ശമ്പളം നമ്മുടെ കയ്യിൽ കിട്ടിത്തുടങ്ങുക, അല്ലേ? കാര്യങ്ങൾ ഭയങ്കര വേഗത്തിലാവും നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫെബ്രുവരി 29 ബജറ്റിൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ മാർച്ച് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ സർക്കാർ ഉത്തരവിറങ്ങാനാണ് സാധ്യത. എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ ഈ മാർച്ച് അവസാനം കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ പുതിയ കൂടിയ ശമ്പളമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമതായി, നിങ്ങൾക്കുറപ്പുള്ള ഒരു പുതിയ പെൻഷൻ പദ്ധതി വരുന്നു. രണ്ടാമതായി, ശമ്പളം കൂട്ടാൻ ഇനി കമ്മീഷനെ കാത്തിരിക്കേണ്ട ഒരു പുതിയ ഫോർമുലയുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ആ ഫോർമുലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ 1.41 ആണ്.
പിന്നെ നാലാമതായിട്ട് ഈ മാറ്റങ്ങളെല്ലാം വരുന്ന മാർച്ച് മാസത്തോടെ തന്നെ നടപ്പിലായേക്കാം. അപ്പോൾ അവസാനം ഒരു ചോദ്യം ബാക്കിയുണ്ട്. കൂടുതൽ സുരക്ഷിതമായൊരു പെൻഷനും മെച്ചപ്പെട്ടൊരു ശമ്പള വർധനവും ഒക്കെ വരുമ്പോൾ കേരളത്തിലെ സർക്കാർ ജോലി എന്ന ആശയത്തെ ഇതെങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഇതിന്റെ ഭാവിയെ എങ്ങനെയാവും ഇത് രൂപപ്പെടുത്തുക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരണം കണ്ടതിന് ഒരുപാട് നന്ദി.